ാണ് ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ശ്രമം നടത്തുന്നു. പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിനാണ് തീപിടിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. കൊച്ചി നഗരത്തിലാണ് ഇപ്പോൾ തീപിടുത്തം. പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിനാണ് തീപിടുത്തമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തീപിടുത്തമാണ്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ അവിടെ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് അറിവായിട്ടില്ല. അല്പസമയം മുൻപാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഈ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്. തീയണയ്ക്കാൻ ശ്രമം നടത്തുന്നു. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങൾ നൽകും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് പ്രവർത്തിച്ചിരുന്ന ഗോഡൌൺ കെട്ടിടമാണ്. സ്വകാര്യ കമ്പനിയുടെ പാരഗൺ കമ്പനിയുടെ ഗോഡൌൺ കെട്ടിടമാണ് തീപിടിച്ചിരിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായില്ല. പക്ഷെ കെട്ടിടം പൂർണ്ണമായും തീപിടിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും കെട്ടിടത്തിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾക്കാണ് തീപിടിച്ചത്. നിലവിൽ അപായം നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നിലവിൽ പറയുന്നത്. പക്ഷേ ഈ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി നശിച്ച അവസ്ഥയിലാണ്. ഇപ്പോഴും തീ പടരുന്ന സാഹചര്യമുണ്ടോ? നിലവിൽ മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. തൊട്ടടുത്ത് കൂടി ഒരു അപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. വീടുകൾ ഉള്ള അപ്പാർട്ട്മെന്റാണ്. ആ വീടുകളിലുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണം. പക്ഷേ ഇത് വലിയ കെട്ടിടമാണ്. ഏതാണ്ട് 5 നിലകളോളമുള്ള വലിയ കെട്ടിടമാണ്. അത് മുഴുവൻ പൂർണ്ണമായും താഴത്തെ നിലയിലേക്ക് അടക്കം താഴത്തെ നിലയിലും മുകളത്തെ നിലയിലും പൂർണ്ണമായും തീ പടർന്നിരിക്കുന്നു. കെട്ടിടം താഴെ എവിടെയാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്? മുകൾ നിലയിലോ അതോ താഴെ നിന്ന് തീ പിടിച്ച് മുകളിലേക്ക് ഉയരുകയായിരുന്നു? ഉന്മേഷ്, മുകൾ നിലയിലാണ് തീ പിടിച്ചത് എന്നാണ് നിലവിൽ പോലീസിന്റെ ഒരു അനുമാനം. അതിനുശേഷം ഈ കെട്ടിടത്തിന്റെ സിംഹഭാഗവും പ്രവർത്തിക്കുന്നത് ഗോഡൌൺ ആയിട്ടാണ്. ഇത്തരത്തിൽ വിവിധ സാധന സാമഗ്രികൾ കെട്ടുകളാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി തീ പിടിച്ചത് മുതൽ താഴെയുള്ള നിലകളിലേക്ക് പിന്നീട് തീ പടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും, അതായത് കെട്ടിടത്തിന്റെ മുഴുവൻ നിലകളിലും ഏതാണ്ട് 6ലധികം നിലകളാണുള്ളത്. ഈ 6 നിലകളിലും നിലവിൽ തീ പൂർണ്ണമായും പടർന്നു കഴിഞ്ഞു. തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കുക എന്നത് മാത്രമല്ല, ഈ കെട്ടിടം ഏതാണ്ട് അത്രയും വലിയ പ്രഹരശേഷിയുള്ള അഗ്നിബാധയായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ ഫയർ യൂണിറ്റുകളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം. ഒപ്പം ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തുറന്ന പ്രദേശമാണ്. അപ്പോൾ കാറ്റ് കൂടി അടിക്കുമ്പോൾ അത് വലിയ തോതിൽ തീ കൂടുതൽ. തീർച്ചയായും സജോ, അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ കെട്ടിടത്തിന് ചുറ്റും സജോ നേരത്തെ സൂചിപ്പിച്ച അപ്പാർട്ട്മെന്റുകൾ അടക്കം ഉണ്ട് എന്ന്. ഈ 4 ഭാഗത്തും ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങളുണ്ടോ ഈ തീപിടിച്ചിരിക്കുന്ന കെട്ടിടത്തിന് ചുറ്റുമായി? ഈ തീപിടിച്ച കെട്ടിടത്തിന്റെ 3 ഭാഗത്തുമായി, ഒരു വശത്ത് മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 3 ഭാഗത്തും കെട്ടിടങ്ങളുണ്ട്. തൊട്ടടുത്തുള്ള ഒന്ന് വീട്ടിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ് ഇതിന്റെ തൊട്ടടുത്ത് ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഏതായാലും ഈ കെട്ടിടത്തിൽ തീ അണയ്ക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് എന്ന കാര്യം വ്യക്തമാണ്. വലിയ തോതിൽ ശക്തമായ കാറ്റും അടിക്കുന്ന സാഹചര്യത്തിൽ തീ കൂടുതൽ പടരുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് കെട്ടിടം പൂർണ്ണമായും തകരാനുള്ള ഒരു സാധ്യതയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഈ നിയന്ത്രണം തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കുക, ആ അപകടത്തിന്റെ സജോ, എത്ര ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉണ്ട് അവിടെ? ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതോ മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിലവിൽ 4 ഫയർ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ഫയർ യൂണിറ്റുകളെ നിലവിൽ സ്ഥലത്ത് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു യൂണിറ്റ് മാത്രമാണ് എത്തിയത്. പിന്നീട് 3 യൂണിറ്റുകളെ കൂടി വിളിച്ചു വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ആംബുലൻസിന്റെ സേവനം കൂടി ഇവിടെ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ വിളിച്ചു വരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ കാറ്റിന്റെ ഒരു ഗതി കൂടി അനുകൂലമായാൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രകടിപ്പിക്കുന്നത്. ഒരു ഭാഗം തുറന്ന ഭാഗമാണ്. അവിടുന്ന് സജോ, മുകൾ നിലയിലടക്കം ഇപ്പോഴും പുകച്ചുരുളികൾ ഉയരുന്നുണ്ട്. അവിടേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഫയർഫോഴ്സിന്റെ കയ്യിൽ നിലവിലുണ്ടോ? അതെത്തിച്ച് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സ് സംഘം. ഉന്മേഷ് കൂടുതൽ ഫയർ യൂണിറ്റുകളെ വിളിച്ചു വരുത്താനുള്ള
ശ്രമമാണ് നടക്കുന്നത്. കാരണം ഒരു ഇടുങ്ങിയ വഴി കൂടിയാണ്. മറ്റ് സ്ഥലത്തേക്ക് ഇങ്ങോട്ടേക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗമായതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുക, ആളുകൾ കൂടി തീപിടുത്തം അറിഞ്ഞ് കൂടുതൽ ആളുകൾ കൂടി പ്രദേശത്തേക്ക് എത്തിയതോടുകൂടി ഗതാഗത പ്രശ്നം ഉൾപ്പെടെയുള്ളതുകൊണ്ട് ഈ നിലവിൽ സാധ്യമാകുന്നത് കൂടുതൽ യൂണിറ്റുകളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന മട്ടിലാണ് പോലീസ് പറയുന്നത്. നിലവിൽ പരമാവധി ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു പ്രതികരണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. 4 യൂണിറ്റുകളാണ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ ഗോഡൌൺ ഉള്ളത്. തീ ഇപ്പോഴും പടരുകയാണ്. നിലവിൽ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ഒരു അപ്പാർട്ട്മെന്റാണുള്ളത്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പോലീസ് സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകൾ നിലയിലേക്ക് തീ പടർന്ന സാഹചര്യമുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സജോ ദേവസ് വീണ്ടും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, പാരഗൺ കമ്പനിയുടെ കൊച്ചി നഗരത്തിലെ പ്രധാന ഗോഡൌൺ തന്നെയല്ലേ ഇത്? അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി. ഉന്മേഷ്, പാരഗൺ കമ്പനിയുടെ കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ സാമഗ്രികൾ സ്റ്റോർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഗോഡൌൺ കേന്ദ്രമാണ്. മുകൾ നിലയിലെ റൂഫടക്കം ഏതാണ്ട് 7 നിലകളാണ് കെട്ടിടത്തിനുള്ളത്. കെട്ടിടത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം കാർഡ്ബോർഡ് പെട്ടികളിലായി ഉൽപ്പന്നങ്ങൾ, വിപണിയിലേക്ക് എത്തിക്കേണ്ട ഉൽപ്പന്നങ്ങളടക്കം സൂക്ഷിച്ചിരിക്കുന്ന വലിയ ഒരു സമുച്ചയം, പാരഗൺ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഗോഡൌൺ സമുച്ചയം തന്നെയാണ് ഇത്. അതുകൊണ്ട് ഈ വസ്തുക്കളിലാണ് തീ പടർന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ തീ പിടിക്കാവുന്ന അതാണ്. തീ പിടിച്ച് അത് റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള പാരഗൺ കമ്പനിയുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളിൽ തീ പടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഇപ്പോൾ താഴത്തെ നില ഒഴികെ മാറ്റി മുഴുവൻ നിലകളിലേക്കും ഈ തീ പിന്നീട് പടരുന്ന സാഹചര്യമാണ്. തൊട്ടടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയമാണുള്ളത്. അങ്ങോട്ടേക്ക് നിലവിൽ ഏതെങ്കിലും തരത്തിലൊരു അപകട സാഹചര്യം ഇല്ല. പക്ഷെ അത് അങ്ങോട്ടേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമവും കരുതലുമാണ്. 4 യൂണിറ്റുകൾ, 1 യൂണിറ്റ് കൂടി നിലവിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ്. ഇപ്പോൾ 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകളെ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 7ഓളം യൂണിറ്റുകൾ ഉണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പുതുതായി വന്നതടക്കം 7ഓളം യൂണിറ്റുകൾ നിലവിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം വെള്ളം പമ്പ് ചെയ്ത് നൽകുന്നതിന് വേണ്ടി മാത്രം ഒരു വെഹിക്കിൾ കൂടി എത്തിച്ചിട്ടുണ്ട്. അതായത് ഫയർഫോഴ്സ് എത്തിയ യൂണിറ്റുകൾക്ക് വെള്ളം പമ്പ് ചെയ്ത് നൽകുന്നതിന് വേണ്ടി വെള്ളം സ്റ്റോർ ചെയ്യുന്ന മറ്റൊരു യൂണിറ്റ് കൂടി എത്തിച്ചിട്ടുണ്ട്. ഒരു ടാങ്കർ കൂടി വെള്ളം കൊണ്ടുവരുന്ന ഒരു ഫയർഫോഴ്സിന്റെ ഒരു ടാങ്കർ കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല. ഒരു വശത്ത്, അതായത് ഈ 3 ഭാഗത്തും കെട്ടിടങ്ങളാണ്. ഒരു ഭാഗത്ത് സൗത്തിലെ മെട്രോ. സജോ, ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് എത്ര ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? അവരുടെ ആരുടെയെങ്കിലും പ്രതികരണങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ലഭ്യമായിട്ടുണ്ടോ? ഈ കെട്ടിട സമുച്ചയത്തിൽ നിരവധി ജീവനക്കാരുണ്ട്. പൂർണ്ണമായും ഈ ജീവനക്കാരെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരും ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് തീ പിടിച്ചതെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്ന തരത്തിലൊരു പ്രതികരണമാണ് പ്രാഥമികമായി നൽകിയത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഏതെങ്കിലും തരത്തിൽ ഒരു അപകട സാഹചര്യം, അതായത് ഹ്യൂമൻ കാഷ്വാലിറ്റി ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ പോലീസിന്റെ ഭാഗത്തുനിന്നൊപ്പം ജീവനക്കാരും പറയുന്നത്. അവർ ആദ്യം ശ്രമിച്ചത് തീ പിടിച്ചപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളും മറ്റും താഴ്ച നിലയിൽ ഓഫീസ് കെട്ടിടമാണ് പ്രവർത്തിക്കുന്നത്. ഓഫീസിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും മറ്റുമൊക്കെ എടുത്തു മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ അവരെല്ലാം പിന്നീട് പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പോലീസിനെയും ഫയർഫോഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കെട്ടിടം തകരുകയല്ലാതെ മറ്റ് പോംവഴികളില്ല എന്നാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രയും പൂർണ്ണമായും കെട്ടിടത്തിൽ എല്ലാ ഭാഗത്തും. സജോ, അങ്ങനെയാണെങ്കിൽ ഈ കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യത ഫയർഫോഴ്സും പോലീസും ഒക്കെ മുന്നിൽ കാണുന്നുണ്ട്. സജോ നേരത്തെ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ ഒരു ഭാഗത്ത് മെട്രോയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു, ഒരു ഭാഗത്ത് റോഡുണ്ട്, മറ്റൊരു ഭാഗത്ത് അപ്പാർട്ട്മെന്റ് ആണ്. ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്? നിലവിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ ഭാഗത്തേക്ക് അപകട സാധ്യതകൾ കുറവാണെന്ന് തരത്തിലാണ്. കാരണം ഈ തരത്തിലുള്ള ആളുകളെ എത്തിച്ചതോടുകൂടി ഈ അപകട സാധ്യത തോത് കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് പോലീസ് പറയുന്നു. ഈ നിയന്ത്രണ വിധേയമാക്കാനുള്ള
ഒരു പ്രധാനപ്പെട്ട പരിമിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് നിന്ന് ശക്തമായ കാറ്റുണ്ട്. അതുകൊണ്ട് കെട്ടിടത്തിന്റെ സിംഹഭാഗവും അഗ്നി കവർന്നതോടുകൂടി കൂടുതൽ കാറ്റടിക്കുന്നതോടുകൂടി ഈ പിടുത്തത്തിന്റെ തോത് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ യൂണിറ്റുകളെ എത്തി കൂടുതൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കാരണം കെട്ടിടത്തിന്റെ ഭാഗം ഇതിനുവേണ്ടി മാത്രം സ്റ്റോറേജ് സംവിധാനത്തിന് വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് ആ തരത്തിലുള്ള മെറ്റീരിയലുകളാണ് ഇതിന്റെ പുറം ഭാഗത്തും മറ്റും ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് തീ പിടിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, മെറ്റീരിയലുകളാണ് അതിന് മറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ ശക്തിയിൽ കാറ്റ് വീശുകയും ചെയ്തതുകൊണ്ട് ആ തരത്തിലുള്ള പ്രതിസന്ധി കൂടി ഫയർഫോഴ്സ് ഇപ്പോൾ നിലവിൽ നേരിടുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന് നിലവിൽ ഒരു അപകട സാഹചര്യം ഈ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റ് സമുച്ചയത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇല്ല. കുറച്ചു മാറി റോഡിന്റെ എതിർഭാഗത്താണ് മറ്റ് കെട്ടിടങ്ങളുള്ളത്. അങ്ങോട്ടേക്കും ആ കെട്ടിടങ്ങൾക്കുമില്ല. ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ മുകളിൽ നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, അതായത് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ മുകളിൽ നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉണ്ട്. സജോ ദേവസ്യാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിന് തീപിടിച്ചിരിക്കുന്നു. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അല്പസമയം മുൻപാണ് തീപിടുത്തമുണ്ടായത്. ഇതുവരെ തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല. അവിടെയുള്ള ജീവനക്കാരെ മുഴുവൻ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്കും പുക പോകുന്നുണ്ട്. അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഗോഡൌണിനാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ഗോഡൌണുകളിൽ ഒന്നാണ് ഇത്. 6 നില കെട്ടിടമാണ് ഇതെന്ന വിവരമാണ് ലഭിക്കുന്നത്. മുകൾ നിലയിലേക്ക് അടക്കം തീ പടർന്ന സാഹചര്യമുണ്ട്. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ അവിടെയുണ്ട്. അവരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ തോതിൽ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ നിലയിലും പുകച്ചുരുളുകൾ എത്തിയിരിക്കുന്നു. തീ എത്തിയിരിക്കുന്നു. ഇത് അണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഒരു ഭാഗത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, മറുഭാഗത്ത് റോഡും കൊച്ചി മെട്രോയുടെ നിർമ്മാണവും അടക്കം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യതയും ഫയർഫോഴ്സും പോലീസും മുന്നിൽ കാണുന്നു. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് അവിടെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ദൃശ്യങ്ങളിൽ കാണാം. ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുന്നു. തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ആ കെട്ടിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുകച്ചുരുളുകൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. 6ാം നിലയിലടക്കം തീ പടർന്ന സാഹചര്യമുണ്ട്. ജീവനക്കാർക്ക് പോലും ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയുന്നില്ല ഏത് സാഹചര്യത്തിലാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായതെന്ന്. ആളപായമില്ല. ജീവനക്കാരെ മുഴുവൻ അവിടെ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിന് തീപിടിച്ചിരിക്കുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സജോ ദേവസ്യയിലേക്ക്. സജോ, കൂടുതൽ വിവരങ്ങൾ. ഇപ്പോഴും ഈ തീ പിടിക്കുന്നതിന്റെ തീവ്രത, അതായത് ഈ അഗ്നിബാധയുടെ തീവ്രത ഇതുവരെ കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സമീപ, അതായത് ചേർത്തലയിൽ നിന്നടക്കം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അറിയിക്കുന്നത്. ജില്ലയിലെ സാധ്യമായ ഇങ്ങോട്ടേക്ക് ഈ പാതയിലേക്ക് എത്താൻ കഴിയുന്ന സാധ്യമായ എല്ലാ യൂണിറ്റുകളെയും കൂടുതൽ യൂണിറ്റുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സജോ, ഇപ്പോൾ ഉള്ളത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണോ ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്? നിലവിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ്. ഒപ്പം ചേർത്തലയിൽ യൂണിറ്റിനെ കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് കളത്തിപ്പറമ്പ് റോഡ് കുറച്ച് ഗതാഗത പ്രശ്നമുള്ള ഒരു ഭാഗം കൂടിയാണ്. സൗത്ത് റെയിൽവേസിന്റെ ഒരു ഉൾ റോഡാണ്. അതായത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൂടുതൽ യൂണിറ്റുകളെ എത്തിക്കുക എന്നുള്ളത് കൂടി ഒരു പരിമിതമായ സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്നത് കൂടിയുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന കളത്തിപ്പറമ്പിൽ റോഡിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പരിമിതമായ ഒരു ഗതാഗത സാഹചര്യമാണ് ഉള്ളത്. മറ്റ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രമേ കൂടുതൽ വാഹനങ്ങളെ എത്തിക്കാൻ കഴിയൂ എന്നൊരു പ്രതിസന്ധി. അതുകൊണ്ട് പോലീസ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കൂടുതൽ ടാങ്കറുകളെ, വെള്ളം നിറച്ച ടാങ്കറുകളെ ഇനി ഇങ്ങോട്ടേക്ക് ഈ യൂണിറ്റ് നിലവിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ടാങ്കറുകളെ എത്തിക്കുക, വെള്ളം നിറച്ച ടാങ്കറുകൾ എത്തിച്ച് യൂണിറ്റിന് ആവശ്യമായ വെള്ളം നൽകുക എന്നൊരു ശ്രമമാണ് നടത്തുന്നത്. അതിൽ തന്നെ വലിയൊരു വെല്ലുവിളി ഇപ്പോൾ നിലനിൽക്കുന്നത്, അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം 2ാമത്തെ നിലയിൽ തീ പിടിച്ചുവെങ്കിൽ ഇപ്പോൾ മുകളിലെ 3 നിലകളിലും ഒപ്പം താഴത്തെ നിലയിലേക്ക് കൂടി തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തൊട്ടടുത്ത അപ്പാർട്ട്മെന്റ് യൂണിറ്റിന് ഏതെങ്കിലും അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി നിലവിലെ സാഹചര്യത്തിൽ അതിലേതെങ്കിലും തരത്തിൽ അപകട സാധ്യത നിലവിൽ സാഹചര്യത്തിലില്ല. പക്ഷേ ഈ തീ അടയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പരിമിതി എന്നുള്ളത്
ഈ ഒരു ഭാഗത്തു നിന്നും ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഈ കാറ്റ് വീശുന്നതിനനുസരിച്ച് ഈ അഗ്നിബാധയുടെ തീവ്രത കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും പ്രതിസന്ധിയിലാക്കുന്ന. സജോ, രണ്ടാം നിലയിൽ നിന്നാണ് തീ പടർന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടേക്ക് കൃത്യമായി വെള്ളം പമ്പ് ചെയ്യാൻ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘത്തിന് കഴിയുന്നുണ്ടോ? ദൃശ്യങ്ങളിൽ കാണാം, ആ അപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്ന് ഫയർഫോഴ്സ് സംഘത്തിന് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിവിടെ വരെ എത്തുന്നുണ്ടോ? നിലവിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. 1 ലക്ഷം മീറ്റർ തന്നെ ഔദ്യോഗികമായി തന്നെ ഇതിന് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അത് രണ്ടാം നിലയിലാണ് അഗ്നിബാധ ഉണ്ടായത് എന്നൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അത് അന്തിമമായ ഒരു സ്ഥിരീകരണമല്ല, പ്രാഥമികമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥിരീകരണമാണ്. പക്ഷേ ഈ അഗ്നിബാധ അതായത് പുറകോട്ട് കുറച്ച് ഭാഗം, അതായത് സാമാന്യം വലിപ്പമുള്ള വിസ്തീർണമുള്ള ചുറ്റളവുള്ള കെട്ടിടം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഈ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ അഗ്നിബാധയുടെ തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ശക്തമായ കാറ്റുകൂടി വീശുന്നത് കൊണ്ട് ഈ അഗ്നിബാധയുടെ തീവ്രത വർദ്ധിക്കുന്നതല്ലാതെ കുറയ്ക്കാൻ കഴിയുന്നില്ല. കൂടുതൽ വെള്ളവും യൂണിറ്റുകളും നിലവിൽ തന്നെ, അതായത് ആവശ്യമായ യൂണിറ്റുകൾ നിലവിൽ തന്നെ ഇവിടെയുണ്ട്. ഇങ്ങോട്ടേക്ക് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുക മാത്രമാണ് ഇനി വേണ്ടത്. പ്രദേശത്തുള്ള ആളുകൾ കുറച്ച് പരിഭ്രാന്തരാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്ര വലിയ ഒരു കെട്ടിടമാണ്. ചുറ്റും തൊട്ടടുത്തൊക്കെ പുറത്ത് പ്രധാന പാതയാണ്. തൊട്ടടുത്തെല്ലാം ഏറ്റവും സമീപത്തുള്ളത് അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ്, വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ് തൊട്ടടുത്തുള്ളത്. ആ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലേക്ക് പൂർണ്ണമായും ഈ തീപിടുത്തത്തിന്റെ ആഘാതം എന്നുള്ളത് നിലവിൽ ബാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വലിയ അപകടം എന്നുള്ള നിലയ്ക്കല്ല, പക്ഷെ അതിന്റെ ഒരു ആഘാതം ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തെ കൂടി ബാധിച്ചിട്ടുണ്ട്. ഈ കെട്ടിടം തകർന്നു വിടാനുള്ള ഒരു സാധ്യത പോലീസ് നിലവിൽ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെ പൂർണ്ണമായും മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ നിന്ന് മുകളിലുള്ള ആളുകളോടെല്ലാം താഴേക്ക് ഇറങ്ങാനാണ് നിർദ്ദേശിച്ചിരുന്നത്. അവർ ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെയാണുള്ളത്. അവരെ കൂടി ഇവിടുന്ന് ഒഴിപ്പിക്കാനുള്ള ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതായത് ഈ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അവരെല്ലാം ചെയ്തിട്ടുള്ളത്. അവരെ കൂടി ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അവർ ഇവിടെ നിന്ന് പുറത്തേക്ക് മാറി നിൽക്കണമെന്ന് അവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലുള്ള അവസാനത്തെ ആളും ഇവിടെ നിന്ന് ഒഴിയണം എന്ന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി അകലത്തിൽ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അപകട സാധ്യതയില്ല. ഇപ്പോഴും ഈ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ തീവ്രത കുറയ്ക്കാൻ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടില്ല. അതായത് ഒരേ സമയം കൂടുതൽ യൂണിറ്റുകളിൽ നിന്നുള്ള ജലം ഒരേ സമയം പമ്പ് ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം വിജയിച്ചിട്ടില്ല. കൂടുതൽ യൂണിറ്റുകൾ എത്തി ഒരേ സമയം കൂടുതൽ യൂണിറ്റുകളിൽ നിന്നുള്ള ജലം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. സജോ, യൂണിറ്റുകളുടെ കുറവ്, ഒപ്പം ആഞ്ഞു വീശുന്ന കാറ്റ്, ഇതെല്ലാം തടസ്സമാകുന്നു, അങ്ങനെയല്ലേ? തീർച്ചയായും ഉന്മേഷ്. കാരണം ആദ്യം എത്തിയ യൂണിറ്റിന്റെ അവരുടെ സംഭരണ ശേഷി കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ ജലസംഭരണ ശേഷി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ടാങ്കറുകളിൽ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. കൂടുതൽ യൂണിറ്റിനെ എത്തിച്ചെങ്കിലും അതിൽ ആവശ്യമായ ജലത്തിന്റെ പോരായ്മ അവർ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അതിന്റെ ഉൾഭാഗങ്ങളിലൊക്കെ തന്നെ കത്തി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഉള്ളിലുള്ള മുഴുവൻ വസ്തുവകകളും ഏതാണ്ട് കത്തി തീർന്നിട്ടുണ്ട്. ഇതിനോട് ചേർത്ത് പുറത്ത് സീൽ ചെയ്യുന്ന കെട്ടിടത്തിന്റെ പുറംഭാഗം സീൽ ചെയ്ത് ചേർത്ത് വെച്ചിരുന്ന ചുമരിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ പല സ്ഥലത്തും അടർന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയും വലിയ ഒരു തീപിടുത്തമാണ്. ഒരു ചെറിയ തോതിൽ പോലും അതിന്റെ തീവ്രത നിലവിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്ര വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. കാരണം അത്ര വലിയൊരു അഗ്നിബാധ ആയി തന്നെ നമ്മൾ അതിനെ കാണണം. അത്ര വലിയ ഒരു ശേഷി, വാഹക ശേഷി ഈ കെട്ടിടത്തിലുണ്ട്. മുഴുവൻ 4 ഭാഗത്തു നിന്നും ഒരേപോലെ തീ ആളിക്കെത്തുകയാണ്. അതിനൊപ്പം ഇതിനുള്ളിലുള്ള ഉൽപ്പന്നങ്ങൾ വളരെ വേഗം തീ പിടിക്കുന്ന ഉൽപ്പന്നങ്ങളും കടലാസ് സ്വഭാവത്തിലുള്ള സാധനങ്ങൾ കൂടുതലുണ്ട്, പാക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ തീ പിടിച്ചത് അത് കെടുത്തുക എന്നതും അതും എളുപ്പമല്ല, അത്രയും ശേഷിയുണ്ട്. അതുകൊണ്ട് ഈ വലിയ ഒരു അഗ്നിബാധ എന്നുള്ളത് അതിന്റെ തീവ്രത ഏതെങ്കിലും തരത്തിൽ ഇതുവരെ കുറയ്ക്കുന്നതിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും കെട്ടിടത്തിന്റെ മുകളിൽ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമീപത്തെ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ആദ്യം തന്നെ എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നു. അങ്ങോട്ടേക്ക്
ഫയർഫോഴ്സിന്റെ ഒരു പമ്പിംഗ് യൂണിറ്റ് അങ്ങോട്ടേക്ക് നിലവിൽ അപ്പാർട്ട്മെന്റിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തിച്ച് നൽകുവാനും സാധിച്ചിട്ടുണ്ട്. ബാക്കി 2 പമ്പിംഗ് യൂണിറ്റുകൾ താഴെ നിന്നാണ് കെട്ടിടത്തിലേക്ക് ജലം പമ്പ് ചെയ്യാൻ ഉള്ള ശ്രമം നടത്തുന്നത്. മുകളിലേക്ക് കൂടുതൽ പമ്പിംഗ് യൂണിറ്റുകളെ എത്തിക്കാൻ കഴിഞ്ഞാൽ ശ്രമം കൂടുതൽ വിജയിക്കും എന്നൊരു പ്രതീക്ഷയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് സജോ ദേവസ്യാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇത് പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണാണ്. 6 നില കെട്ടിടമാണ്. 2ാം നിലയിൽ നിന്നാണ് തീ പടർന്നത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് അടക്കം ഉള്ളത്. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഇപ്പോഴും തീപിടുത്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് സജോ ദേവസ്യ സംഭവ സ്ഥലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് അപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. കെട്ടിടം തകരാനുള്ള സാധ്യതയും പോലീസും ഫയർഫോഴ്സും മുന്നിൽ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം പുരോഗമിക്കുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. ഇപ്പോഴും ഫയർഫോഴ്സ് സംഘം തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്തുനിന്ന് കാറ്റ് വീശുന്നതും ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് തടസ്സമായി മാറുകയാണ്. തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും അത് വിജയിച്ചിട്ടില്ല. മുകൾ നിലയിലേക്ക് വരെ തീ പടർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവനക്കാരെ എല്ലാം നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. അവർക്കും പറയാൻ കഴിയുന്നില്ല ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന്. പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഗോഡൌണുകളിൽ ഒന്നാണിത്. കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഈ ഗോഡൌൺ ഉള്ളത്. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ അവിടെയുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ചേർത്തലയിൽ നിന്നടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ഇതുവരെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആളപായമില്ല. സജോ ദേവസ്യയിലേക്ക് വീണ്ടും. സജോ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഉന്മേഷ്, ഇപ്പോഴും നമുക്ക് പോസിറ്റീവായ വിവരം നൽകാനില്ല എന്നുള്ളതാണ്. അതായത് പ്രതീക്ഷ പകരുന്ന വിവരങ്ങൾ നൽകാനില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. കാരണം കെട്ടിടം കൂടുതൽ തീവ്രതയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാട്ടർ ടാങ്കറുകൾ വിളിച്ചു വരുത്തി ജലം നിറച്ച് വീണ്ടും പമ്പിംഗ് തടസ്സപ്പെടാതിരിക്കാനുള്ള ഒരു ഇപ്പോൾ ശ്രീ ഹൈബി ഈഡൻ MLA ചേരുന്നുണ്ട്. ശ്രീ ഹൈബി ഈഡൻ, താങ്കൾ ഈ തീപിടുത്തത്തെ കുറിച്ച് അറിഞ്ഞു കാണും. എന്തൊക്കെയാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാനിപ്പോ സൈറ്റിലുണ്ട്. ഇവിടെ ഫയർ എഞ്ചിന് 6ഓളം ഫയർ എഞ്ചിൻ ഉണ്ട്. പക്ഷെ അവർക്ക് വിചാരിച്ചാൽ മാത്രം ഇത് ഫുട്വെയർ ഗോഡൌൺ ആയതുകൊണ്ട് അടുത്തുള്ള ഫ്ലാറ്റിലെ താമസക്കാരെ, ഗോവിന്ദ് അപ്പാർട്ട്മെന്റിലെ താമസക്കാരെ മുഴുവൻ മാറ്റി. കാരണം ഈ ബിൽഡിംഗ് കൊളാപ്സ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സ്ട്രക്ചർ മാത്രം നിലനിൽക്കാനേ സാധ്യതയുള്ളൂ. ബാക്കി ബിൽഡിംഗ് മുഴുവൻ ഓൾമോസ്റ്റ് കത്തിക്കഴിഞ്ഞു. പക്ഷെ അതിരൂക്ഷമായ തീപിടുത്തമാണ് നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ളത്. നമ്മൾ മെട്രോ, കൊച്ചി മെട്രോ അതുപോലുള്ള സ്ഥാപനങ്ങളുടെ, ഫയർ ഫൈറ്റിംഗ് സ്ഥാപനങ്ങളുടെ ഒരു സഹായം നമ്മൾ തേടുന്നുണ്ട് ഇതിനു വേണ്ടി. ഇപ്പോഴുള്ള ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് തീ അണയ്ക്കാൻ കഴിയുന്നില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? അവർ എത്തിക്കൊണ്ടിരിക്കുകയാണോ? ശ്രീ ഹൈബീഡൻ MLA ആണ് ഇപ്പോൾ പ്രതികരിച്ച്. അദ്ദേഹം ആ സംഭവ സ്ഥലത്തുണ്ട്. നിലവിൽ 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി MLA ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തേക്ക് അവർ വെള്ളം പമ്പ് ചെയ്യുകയാണ്. 2ാം നിലയുടെ ആ ഭാഗത്തു നിന്നാണ് തീ പിടിച്ചിരിക്കുന്നത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരേ സമയം ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. താഴെ നിന്നും ഒപ്പം തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിന് മുകൾ ഭാഗത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെള്ളം അവിടേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ആൾക്കൂട്ടമുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ജീവനക്കാരെ പുറത്തിറക്കിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഇപ്പോൾ ഫയർഫോഴ്സിനും പോലീസിനും മുന്നിലുള്ള വെല്ലുവിളി. എന്നാൽ അവർക്ക് അത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈബീഡൻ MLA അല്പസമയം മുൻപ് പറഞ്ഞത് 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ അവിടെ ഉണ്ട് എന്നാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തു നിന്നടക്കം വലിയ തോതിൽ പുകച്ചുരുളുകൾ ഉയരുന്നത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്ന് ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം താഴെ നിന്നും 2ാം നിലയിലേക്ക് ഫയർഫോഴ്സ് ഇപ്പോൾ പമ്പിംഗ് നടത്തുകയാണ്. കൂടുതൽ വെള്ളം നിറച്ച ടാങ്കറുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ടാങ്കറുകൾ അങ്ങോട്ടേക്ക് വരുന്നതും പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും.
പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഗോഡൌണുകളിൽ ഒന്നിനാണ് തീപിടിച്ചിരിക്കുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ ഗോഡൌൺ ഉള്ളത്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകർക്ക് അത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ തോതിൽ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. അവിടെ താഴെ നിന്ന് രണ്ടാം നിലയിലേക്ക് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് സംഘം. വലിയ തോതിൽ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട് എല്ലാ നിലകളിൽ നിന്നും. ഒപ്പം അപ്പാർട്ട്മെന്റിന്റെ സമീപമുള്ള അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും തീപിടിച്ച കെട്ടിടത്തിലേക്ക് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ കെട്ടിടത്തിന് തീപിടുത്തമുണ്ടായത്. ഇതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിനാണ് തീപിടിച്ചിരിക്കുന്നത്. എളുപ്പം കത്തുപിടിക്കാവുന്ന വസ്തുക്കളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീപിടുത്തത്തിന്റെ ആക്കം കൂട്ടി എന്ന് വേണം കരുതാൻ. ഏതായാലും ഫയർഫോഴ്സ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വലിയ തോതിൽ അവർക്കത് അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം നിലയിൽ നിന്ന് തീപിടിച്ചു. അത് മുകളിലേക്കടക്കം പടർന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും മുകൾ നില വരെ തീ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വന്ന ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നാണ് ഈ തീപിടിച്ച കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തീ വീണ്ടും ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തീവ്രത അല്പം പോലും കുറയുന്നില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജോ ദേവസ്യ സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. സജോ, നിലവിലെ സ്ഥിതി എന്താണ്? കൊച്ചിയിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിനാണ് തീപിടിച്ചിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ്. 6 നിലകളുള്ള കെട്ടിടമാണ് ഇത്. ഇതിന്റെ രണ്ടാം നിലയിൽ നിന്ന് തീ പടർന്നു. അത് മുകൾ നിലയിലേക്കടക്കം വ്യാപിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകൾ നിലയിലടക്കം തീപിടിച്ച സാഹചര്യമുണ്ട്. തീ അണയ്ക്കാനുള്ള ഫയർഫോഴ്സിന്റെ ശ്രമം തുടരുകയാണ്. തീപിടിച്ച കെട്ടിടത്തിന് സമീപത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിന് മുകൾ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. സജോയിലേക്ക് ഉന്മേഷ് കൂടുതൽ വാട്ടർ ടാങ്കറുകളെ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. കാരണം ഒരു ജല ദൗർലഭ്യത, അതായത് പമ്പിംഗ് യൂണിറ്റുകൾക്ക് വെള്ളം ഉറപ്പുവരുത്തുന്നതിൽ വേണ്ടത്ര വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നേരത്തെ നിന്നും അല്പം അഗ്നിബാധയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് ഈ താഴത്തെ ഒരു നില ഒഴികെ മുഴുവൻ ഈ കെട്ടിടത്തിന്റെ 5 നിലകളിലും പൂർണ്ണമായും അഗ്നിബാധയാണ്. ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് നിന്ന് ശക്തമായ കാറ്റ് കൂടി ഒരു സമയത്ത് കുറേയധികം നേരം നീണ്ടുനിന്ന് ആ കാറ്റ് കൂടി വീശിയതോടുകൂടി കൂടുതൽ തീവ്രമായി വർദ്ധിക്കുന്നു. കൂടുതൽ പമ്പിംഗ് യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് കഴിഞ്ഞില്ല. കാരണം ആദ്യം എത്തിയ യൂണിറ്റുകളുടെ വെള്ളം തീർന്നു പോയി. ഇപ്പോൾ ഏതാണ്ട് 3 വാട്ടർ ടാങ്കറുകളിൽ ജലം ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഹൈബിയുടെ MLA അടക്കം DCP അടക്കമുള്ള ആളുകൾ, പോലീസ് DCP, ACP അടക്കമുള്ള ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്തുണ്ട്. കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. പക്ഷേ ഈ കൂടുതൽ തീവ്രതയിൽ ഇപ്പോൾ വീണ്ടും ശക്തമായി നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാരണം കൂടുതൽ ശക്തമായി ഒരു ഭാഗത്ത് നിന്ന്, അതായത് തുറസായ ഒരു ഭാഗം, 3 ഭാഗത്തും കെട്ടിടങ്ങളാണ്. ഒരു ഭാഗത്ത് അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ്. തൊട്ട് ഇപ്പുറം വ്യാപാര സമുച്ചയങ്ങളാണ് റോഡിന് എതിർഭാഗത്തുള്ളത്. അടുത്തുള്ളത് അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ്. അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റി ഇല്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നത് പോലെ തന്നെ കൂടുതൽ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും വലിയ തോതിലുള്ള പുകച്ചുരുളുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ഭാഗത്തു നിന്ന് കൂടുതൽ കാറ്റ് വീശുന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് ഈ കൂടുതൽ ആളിപ്പടരുകയാണ്. അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ മുകളിൽ ഒരു പമ്പിംഗ് യൂണിറ്റ് ഉണ്ട്. പക്ഷേ നിലവിൽ 2 പമ്പിംഗ് യൂണിറ്റുകൾ മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അതിലൊരു പമ്പിംഗ് യൂണിറ്റാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചുള്ള ജല ദൗർലഭ്യം നേരിടുന്നുണ്ട്. ഒരു പമ്പിംഗ് യൂണിറ്റ് ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന്റെ മുകളിൽ നിന്ന് ഈ കെട്ടിടത്തിന്റെ 6ാമത്തെ നിലയിലേക്ക് ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും അത് ഈ അഗ്നിബാധയുടെ തീവ്രത ഏതെങ്കിലും തരത്തിൽ
ഈ അഗ്നിബാധയുടെ തീവ്രത കുറയ്ക്കുന്നതിന് പര്യാപ്തമായിട്ടില്ല എന്ന് വേണം പറയാൻ. കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയിലെ ഒരു ഭാഗം, ചുമരിന്റെ ഒരു ഭാഗത്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന സിങ്ക് യൂണിറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായും താഴേക്ക് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ അടക്കം ഒരു അപകട സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ട് അവിടെയുള്ള ആളുകളെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. ഈ കളത്തിപ്പറമ്പിൽ റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും സജോ തുടരുക. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൂടി. ഉന്മേഷ്, ഇപ്പോൾ ഹൈബിയുടെ MLA തന്നെ ഉണ്ട്. അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈബി, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇല്ല, കൊച്ചി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു തീപിടുത്തമാണ്. നമ്മളുടെ ഫയർ ഫൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ് മുഴുവൻ സ്ട്രെങ്ത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ എക്യുപ്മെന്റ്സ് കൊണ്ട് മാത്രം ഇത് അണയ്ക്കാൻ കഴിയില്ല. തൊട്ടടുത്തുള്ള സമീപ പ്രദേശത്തുള്ള ആളുകളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അതുപോലെ തന്നെ ആശുപത്രിയുടെ അധികൃതരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇത് നിയന്ത്രണ വിധേയമാകുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോ റെയിൽ, കൊച്ചി നാവിക ആസ്ഥാനത്തു നിന്നുള്ള ആളുകൾ വന്ന് ഇവിടെ ഫോം അടക്കമുള്ള സ്കൈലാഡർ അടക്കമുള്ള ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇത് തീ അണയ്ക്കാൻ ശ്രമിക്കണം. കാരണം ഓൾറെഡി ഈ ഫ്രെയിം മുഴുവൻ തന്നെ ഫുട്വെയർ ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ ആ തീ പടർന്നു പിടിക്കുകയാണ്. തൊട്ടടുത്തുള്ള സമീപവാസികളൊക്കെ ഇവിടെ നിന്ന് നീക്കം ചെയ്ത് ഏത് നിമിഷം വേണമെങ്കിലും ഈ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണുള്ളത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇവിടെ ഹെൽപ്പ് എത്തിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തോട് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇല്ല, ഇത് ഇപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഫയർ ഫൈറ്റിംഗ് കൃത്യമായി അതിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി റൂൾസ് പാലിച്ചിട്ടാണോ കെട്ടിടം പണിതെന്നുള്ള ന്യായീകരണത്തിലേക്കും വിശദീകരണങ്ങളിലേക്കും ഞങ്ങൾ പോകുന്നില്ല. കാരണം ഇത് ജീവൻ രക്ഷിക്കുക, അപായമില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷെ വേഗത്തിൽ തന്നെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ആളുകൾ വല്ലതും കുടുങ്ങിക്കിടക്കുന്ന നിലവിലില്ല. ഹോസ്പിറ്റലും ആംബുലൻസും എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേറെ മറ്റ് കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തുമോ? ഫയർഫോഴ്സുകളും മറ്റ് സേനകളുടെ മെട്രോ അടക്കമുള്ള നേവി അടക്കമുള്ള ആളുകളുടെ ഹെൽപ്പ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഹെലികോപ്റ്ററിൽ തന്നെ വന്ന് ഇവിടെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളതാണ്. മേളിൽ നിന്നും കൂടി ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ ഏറെ പ്രയോജനകരമായിരിക്കും തോന്നുകയാണ്. എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ, ആളപായം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 7 നിലയും ഈ ഇത്തരം ജീവനക്കാർ തന്നെയാണോ? അല്ല, ഇത് ഫുട്വെയറിന്റെ ഒരു ഗോഡൌൺ ആണ്. 4 നിലയിലാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റു നിലകളിലെ ഓഫീസുകളെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും കൃത്യമായിട്ട് അറിയില്ല, അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പൊ ഇല്ല. എന്തായാലും ആളുകളൊന്നും കുടുങ്ങിക്കിടക്കുന്നില്ല. ഇല്ല, നിലവിലില്ല. മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകളൊന്നും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് തന്നെയാണ്. സ്ഥലം MLA തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ അല്ലെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹൈബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീ അണക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കളാണ് ഇതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നത്. ആദ്യത്തെ 4 നില പാരഗൺ ചെരുപ്പിന്റെ ഷോറൂം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ റബ്ബർ തുടങ്ങിയ വസ്തുക്കൾ കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ തീ കത്തിപ്പടരുകയാണ്. മൊത്തം 7 നിലകളാണുള്ളത്. റൂഫ് അടക്കം 8 നിലകൾ, അത് പൂർണ്ണമായും കത്തുന്ന ഒരവസ്ഥ. ഇപ്പോഴും തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ക്രെയിൻ സംവിധാനം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സഹിൻ, അവിടെ ക്രെയിൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നു. ക്രെയിൻ സംവിധാനങ്ങളടക്കം ഉപയോഗപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങും, അതായത് ഹൈബി ഈഡൻ MLA പറഞ്ഞതുപോലെ തന്നെ കൊച്ചി കണ്ടിട്ടുള്ള വലിയ ഒരു തീപിടുത്തം, അത് തീ അണക്കാൻ കഴിയുന്നില്ല. ചുറ്റുപാടും നിൽക്കുന്ന നമ്മൾക്ക് ഇതിൻ്റെ ഒരു ചൂട് നമ്മൾക്ക് പോലും വളരെ ദൂരെ നിന്നിട്ട് പോലും ചൂട് നമ്മൾക്ക് പോലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വലിയ ഭീകരത. ഒരുപക്ഷെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഈ 7 നില കെട്ടിടം പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുന്നു. 2ാം നിലയിൽ നിന്നാണ് തീ പടർന്നത്. ആ തീ ഇപ്പോൾ മറ്റ് ഭാഗങ്ങളിൽ സഹിൻ ആന്റണി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിന് തീ പിടിച്ചിരിക്കുന്നു. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ക്രെയിൻ സംവിധാനങ്ങൾ അടക്കം ഉപയോഗപ്പെടുത്തി തീ നിയന്ത്രണ വിധേയമാക്കാനാണ് ഫയർഫോഴ്സ് സംഘം
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ടാങ്കർ യൂണിറ്റുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേർത്തലടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേവി അടക്കം ഇക്കാര്യത്തിൽ സഹായിക്കണമെന്ന് അവിടെ MLA ഹൈബീഡൻ അല്പസമയം മുൻപ് അഭ്യർത്ഥിക്കുകയുണ്ടായി. തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണവിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചി കണ്ട വലിയ തീപിടുത്തങ്ങളിൽ ഒന്നാണിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഈ കെട്ടിടത്തിലുണ്ടായിരിക്കുന്നത്. പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണാണ് ഇത്. 4 നിലകളിൽ ഗോഡൌൺ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2ാം നിലയിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഇത് മുകൾ നിലകളിലേക്ക് ഉയർന്നു. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ കുറവും ഒരു ഭാഗത്തുനിന്ന് കാറ്റ് വീശിയതുമാണ് തുടക്കത്തിൽ തീ നിയന്ത്രണവിധേയമാക്കുന്നതിന് വിഘാതമായി മാറിയത്. ഇപ്പോൾ തീ നിയന്ത്രണവിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ തീപിടിച്ച കെട്ടിടത്തിന് തൊട്ട് അടുത്തായ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ മുകൾ നിലയിൽ നിന്നാണ് ഇപ്പോൾ ഈ കെട്ടിടത്തെ ലക്ഷ്യമാക്കി ഫയർഫോഴ്സിന്റെ പമ്പിംഗ് പുരോഗമിക്കുന്നത്. ഒപ്പം താഴെ നിന്ന് 2ാം നിലയിലേക്കും ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ കാണാം പുകച്ചുരുളുകൾ നിറഞ്ഞിരിക്കുന്നു. ആ പ്രദേശമാകെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുൻപ് ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണി പറഞ്ഞത് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പോലും അതിൻ്റെ കനത്ത ചൂട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കൊച്ചി കണ്ടതിൽ വെച്ച് വലിയ തീപിടുത്തങ്ങളിൽ ഒന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിന് തീപിടിച്ചിരിക്കുന്നു. ഇതൊരു 6 നില കെട്ടിടമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 നിലകളിലായി ഗോഡൌണുകൾ പ്രവർത്തിച്ചു വരികയായിരുന്നു. ജീവനക്കാരെ മുഴുവൻ തുടക്കത്തിൽ തന്നെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു. ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റുകളിൽ നിന്നടക്കം ആളുകളെ ഒഴിപ്പിക്കാൻ പോലീസിനും ഫയർഫോഴ്സിനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യത കൂടി ഫയർഫോഴ്സും പോലീസ് സംഘവും മുന്നിൽ കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സുരക്ഷാ മുൻകരുതലുകൾ അവിടെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണോ കെട്ടിടമടക്കം പണിതീർത്തത് എന്നുള്ള കാര്യമൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം എന്നാണ് MLA അല്പസമയം മുൻപ് പറഞ്ഞത്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങൾ അവിടെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണാൻ സാധിക്കുന്നുണ്ട്. സഹിൻ ആന്റണിയിലേക്ക് വീണ്ടും പോകുന്നു. സഹിൻ, നിലവിലെ അവസ്ഥ എന്താണ്? ഉന്മേഷ, തീ പൂർണ്ണമായിട്ടും അണക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 4 ഫയർഫോഴ്സുകൾ ചുറ്റും നിന്ന് വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 നിലകളിലേക്കും ഈ വെള്ളം ആഞ്ഞ് ശക്തമായി തന്നെ വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഫയർഫോഴ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കെട്ടിടത്തിൽ ചുറ്റും അതായത് സ്റ്റീലിൻ്റെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അത് നിലത്തേക്ക് വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രെയിനിൽ 4 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് എത്തി ആ തീ അണക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. ക്രെയിൻ സംവിധാനം വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തീ അണക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ചുറ്റുമുള്ള അപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെന്റിന് മുകളിൽ കയറിയുന്നും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ തീ അണക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 7 നിലയും പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുന്നു. 2ാം നിലയിൽ നിന്നാണ് തീ പടർന്നതെങ്കിൽ അത് മറ്റ് നിലകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ശക്തമായ ഒരു തീപിടുത്തം തന്നെ കൊച്ചി നഗരം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ ഒരു തീപിടുത്തം. ആ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്റെ ഭിത്തികൾ തകർന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നു ഈ കെട്ടിടത്തിന്റെ ഭിത്തികൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഷീറ്റുകൾ നിലത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 നിലകളുണ്ട്. ആ 7 നിലകളിലും തീ ശക്തമായ തീ തന്നെയാണ്. എന്തായാലും അത് അണക്കാനുള്ള ഒരു നീക്കം ഈ കാണുന്നത് പോലെ തന്നെ ക്രെയിൻ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ 4 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലതുഭാഗത്ത് നിന്നും തീ അണക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റ് ഉദ്യോഗസ്ഥർ തീ അണക്കാൻ ശ്രമിക്കുന്നു. ഫയർഫോഴ്സിന്റെ 11 യൂണിറ്റുകളാണ് സജ്ജമായിട്ടിരിക്കുന്നത്. അവർ ആദ്യമേ ശ്രമം നടത്തുന്നു. പക്ഷേ ഇപ്പോഴും ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നാവികസേന അടക്കമുള്ളവരുടെ സഹായം ഹൈബീഡൻ MLA അഭ്യർത്ഥിച്ചിരിക്കുന്നു. കാരണം ഭയപ്പെടേണ്ട ഒരു തീ തന്നെയാണ്. ഈ കാണുന്നത് പോലെ തന്നെ പുകച്ചുരുളുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇതിൻ്റെ ഭിത്തികൾക്ക് വിള്ളൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടം തകർന്നു വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ എറണാകുളം നഗരം കണ്ടിട്ടുള്ളതിൽ വലിയ ഒരു തീപിടുത്തം, ആളപായമില്ല എന്നത് തന്നെയാണ് ഒരു ആശ്വാസകരമായ വാർത്ത. എങ്കിലും തൊട്ടടുത്തെല്ലാം അപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനവാസമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഭയക്കേണ്ടതുണ്ട്. എന്തായാലും തീ അണക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്,
സഹൻ ആന്റണിയും സജോ ദേവസ്യയുമാണ് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. പാരഗൺ ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണാണ് ഇത്. 4 നിലകളിലായി ഗോഡൌൺ പ്രവർത്തിക്കുന്നു. 2ാം നിലയിൽ നിന്നാണ് തീ പടർന്നത്. ഇത് മുകൾ നിലയിലേക്ക് എത്തുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 11 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് സഹൻ ആന്റണിയും സജോ ദേവസ്യയും റിപ്പോർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് ഒരു ഭാഗത്ത് നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് ക്രെയിൻ സംവിധാനം അടക്കം ഉപയോഗപ്പെടുത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അവർക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു വലിയ തോതിൽ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. മേഖലയാകെ പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ ചൂട് അനുഭവിക്കാൻ കഴിയുന്നുവെന്ന് സഹൻ ആന്റണിയും സജോ ദേവസ്യയും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സജോയിലേക്ക് പോകുന്നു. സജോ, നിലവിലെ വിവരങ്ങൾ. ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കെട്ടിടത്തിന്റെ ഫയർ സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ എന്താണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് അത്ര മെച്ചപ്പെട്ട സേഫ്റ്റി സംവിധാനങ്ങളായിരുന്നില്ല കെട്ടിടത്തിന് ഉണ്ടായിരുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് നൽകാനുള്ളത്, ഈ കെട്ടിടത്തിന്റെ പ്രധാനപ്പെട്ട ചുവരുകൾക്ക് കാര്യമായ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇവിടെ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന തരത്തിൽ കെട്ടിടത്തിന്റെ ചുവരുകൾക്ക് പുറം ഭാഗത്തെ സീലിങ്ങുകൾ ഏതാണ്ട് 3 ഭാഗത്തും തകർന്നു വീണിട്ടുണ്ട്. ഇതിനകം തന്നെ സിംഗിൾ സീലിങ്ങുകളാണ്. അത് തകർന്നു വീണപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ചുവരുകൾക്ക്, അതായത് ഈ പാരഗൺ കമ്പനിയുടെ ഗോഡൌൺ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ അകം ചുവരുകൾക്ക് കാര്യമായി വിള്ളൽ വീണിട്ടുണ്ട്. ഈ നിയന്ത്രണ വിധേയമാക്കിയാൽ പോലും അടിയന്തരമായി കെട്ടിടം പൊളിച്ച് മാറ്റേണ്ട സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ളൊരു അപകട സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഹൈബീഡൻ MLA തന്നെ പ്രതികരിച്ചതുപോലെ ഇതിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി, ഇതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ടത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചതിൽ നിന്നും ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള അഗ്നിബാധയായി തന്നെ നമ്മൾ ഇതിനെ കാണണം. കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമായി തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ സമീപകാലത്ത് ഏതെങ്കിലും ഒരു കെട്ടിടത്തിന് തീ പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ഇതിനു മുൻപ് നേരിട്ടുള്ളതിൽ വെച്ച് ഒരു കെട്ടിടത്തിന് അവർ ഈ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ അഗ്നിബാധയാണ്. ഒരു കെട്ടിടത്തിന് തീ പിടിച്ച സംഭവങ്ങളുടെ ഒരു ചരിത്രം എടുക്കുമ്പോൾ സമീപകാലത്തെ ഏറ്റവും വലിയ അഗ്നിബാധയാണ് ഇത് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത്രയധികം യൂണിറ്റുകൾ സ്ഥലത്ത് എത്തിച്ചുവെങ്കിലും ആദ്യം ജലത്തിന് ദൗർലഭ്യവും പോരായ്മയും ഉണ്ടായിരുന്നു. കൂടുതൽ ജല ടാങ്കറുകളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി വിവിധ യൂണിറ്റുകളിൽ നിന്ന് കൂടുതൽ വെള്ളം പമ്പ് ചെയ്ത് നിറച്ച് ജല ടാങ്കറുകൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയും പമ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ കൂടിയും അതും വിജയിക്കാതെ വന്നു. കൂടുതൽ ശക്തമായി കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. തീ നിയന്ത്രണ വിധേയമാണ്.